നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾക്കെതിരെ അമേരിക്ക തന്നെ രംഗത്ത് വന്നത് അടുത്തിടെയാണ്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നടപടികളെ അമേരിക്കയും പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ ഇസ്രായേൽ മേൽ ആഗോളതലത്തിൽ സമ്മർദ്ദവും ശക്തമാണ്. UN മനുഷ്യാവകാശ സമിതിയിൽ അടക്കം ഇസ്രായേലിനെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രായേൽ ആയുധം നൽകുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം UN മനുഷ്യാവകാശ സമിതി പാസാക്കി. 48 അംഗ സമിതിയിൽ 28 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചും 6 രാജ്യങ്ങൾ എതിർത്തു. ഇന്ത്യ അടക്കം 13 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിരീക്ഷിക്കാനും ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുന്ന ആയുധങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് നേരെ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യരാശിക്ക് മേലുള്ള യുദ്ധമാണെന്നും യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയായിരിക്കുമെന്നും പ്രമേയം പറയുന്നു. അടിയന്തര വെടിനിർത്തൽ, കൂടുതൽ ജീവകാരുണ്യ സഹായം എത്തിക്കൽ, ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം പിൻവലിക്കൽ എന്നിവയും പ്രമേയം ആവശ്യപ്പെടുന്നു. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള അവസാന ശ്രമവും പാളിയിട്ടുണ്ട്. ഇസ്രായേൽ വംശഹത്യ തുടരുന്ന ഗാസയിൽ റമദാന് മുൻപ് 6 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങളാണ് പാളിയത്. കൈറോയിൽ നടന്ന ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാതെ ഇസ്രായേൽ വിട്ടുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി. 2 ദിവസത്തെ ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നതായി മുതിർന്ന ഹമാസ് പ്രതിനിധി ബാസിം നൌയിം പറഞ്ഞു. എന്നാൽ പ്രതികരണം അറിയിക്കേണ്ട ഇസ്രായേൽ നിസ്സഹകരണം തുടരുകയായിരുന്നു. ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട വെടിനിർത്തലിൽ വിട്ടയക്കുന്ന 40 ബന്ദികളുടെ പട്ടിക ഹമാസ് നേരത്തെ പുറത്തുവിടണമെന്നായിരുന്നു ഇസ്രായേൽ ആവശ്യം. ഇത് തയ്യാറാക്കി നൽകാൻ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഹമാസിന് മുൻപിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അടിസ്ഥാന മേഖല തകർന്നു കിടക്കുന്ന ഗാസയിൽ വെടിനിർത്തൽ നടപ്പിൽ വരാതെ പലയിടങ്ങളിലായി പാർപ്പിച്ച ബന്ദികളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനാകില്ലെന്ന് ഹമാസ് അറിയിച്ചു. വെടിനിർത്തലിൽ പ്രായമായവരും സ്ത്രീകളുമായ 40 ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരം 500 പലസ്തീനികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഹമാസ് ആവശ്യം. ഗാസയിലുടനീളം സഹായ വിതരണം നിരപരാധികമായി അനുവദിക്കുകയും വടക്കൻ ഗാസയിലേക്ക് പൂർണ്ണമായ മടങ്ങിപ്പോക്ക് അനുവദിക്കുകയും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ചർച്ചകൾ വഴിമുടങ്ങിയതോടെ ഗാസയിൽ കടുത്ത മാനുഷിക പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഇതുവരെ 30,631 പലസ്തീനികൾ കൊല്ലപ്പെട്ട ഗാസയിൽ 23 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 85%-ലേറെയും ഭവനരഹിതരാണ്. കെട്ടിടങ്ങളിൽ പകുതിയിലേറെയും ഇസ്രായേൽ ഇതിനകം തകർത്തു കഴിഞ്ഞു. സഹായ ട്രക്കുകൾ തടഞ്ഞുവെച്ചതിനാൽ വൻ ഭക്ഷ്യക്ഷാമവും പട്ടിണിയും മരണം കൂട്ടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 8 വിമാനങ്ങളിലായി ഗാസയുടെ വിവിധ മേഖലകളിൽ സഹായ വിതരണം നടന്നതായി ജോർദാൻ അറിയിച്ചു. GPS സേവനങ്ങൾ അടക്കം തടഞ്ഞും സൈനികർക്കുള്ള അവധി റദ്ദാക്കിയും വ്യോമ പ്രതിരോധം വർദ്ധിപ്പിച്ചും ഇസ്രായേൽ രംഗത്തുണ്ട്. സിറിയയിൽ വ്യോമാക്രമണത്തിൽ 2 ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഇസ്രായേൽ നടപടി. ഗൈഡഡ് മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് രാജ്യത്തുടനീളമുള്ള നാവിഗേഷൻ സേവനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ അധികൃതർ GPS ജാമിംഗ് ഏർപ്പെടുത്തിയത്. GPS ആശ്രയിക്കുന്ന ആയുധങ്ങൾ ഇതുമൂലം ഉപയോഗശൂന്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെൽ-അവീവ്, ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾക്ക് ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ആപ്പ് സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ട്.